ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. രാജ്യം ഇന്ന് 75ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. ഭരണഘടനയെ മൂല്യങ്ങൾ സംരക്ഷിച്ചും മുറുകെ പിടിച്ചും മുന്നോട്ട് പോകണമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. തേക്കിൻകാട് മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിൽ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ പതാക ഉയർത്തിയ മന്ത്രി അഭിവാദ്യം സ്വീകരിച്ചു. ചേലക്കരയിൽ വാഹനാപകടത്തിൽ 2 പേർക്ക് പരിക്ക്. ചേലക്കരയിൽ നിന്ന് പയ്യന്നൂരിലേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് എതിർ ദിശയിൽ നിന്ന് വന്ന ഓട്ടോറിക്ഷയിലും റോഡരികിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിലും ഇടിക്കുകയായിരുന്നു. പെരുമ്പാവൂർ സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. മാടക്കത്തറ ഗ്രാമപഞ്ചായത്തിൽ കേര ഗ്രാമത്തിന് തുടക്കമായി. പദ്ധതിയുടെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. രാജ്യം ഇന്ന് 75ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. ഭരണഘടനയെ മൂല്യങ്ങൾ സംരക്ഷിച്ചും മുറുകെ പിടിച്ചും മുന്നോട്ടു പോകണമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. തേക്കിൻകാട് മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിൽ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ പതാക ഉയർത്തിയ മന്ത്രി അഭിവാദ്യം സ്വീകരിച്ചു. വിവിധ സ്ഥലങ്ങളിൽ റിപ്പബ്ലിക് ദിന ആഘോഷ ചടങ്ങുകൾ നടന്നു. വ്യത്യസ്ത ജാതി, മത, ഭാഷ, ആചാര അനുഷ്ഠാനങ്ങളെ ഉൾക്കൊണ്ട് രാജ്യത്തിന്റെ ബഹുസ്വരത നിലനിർത്തി ഐക്യത്തോടെ പ്രവർത്തിക്കണമെന്നാണ് ഓരോ റിപ്പബ്ലിക് ദിനവും ഓർമ്മപ്പെടുത്തുന്നത്. സ്വാതന്ത്ര്യം ലഭിച്ചതിനുപരി രാജ്യത്ത് ദാരിദ്ര്യത്തെ ഇല്ലാതാക്കിയാലേ തുല്യത സാധ്യമാവൂ. ഒരാൾ പോലും പട്ടിണി കിടക്കാത്ത രാജ്യം യാഥാർത്ഥ്യമാക്കണം. കൂടാതെ രാജ്യം കൈവരിക്കുന്ന പുരോഗതിയുടെ നേട്ടം സമൂഹത്തിന്റെ ഏറ്റവും താഴെത്തട്ടിലേക്ക് എത്തുന്നുണ്ടോ എന്ന് നാം സ്വയം വിമർശനം നടത്തണം. ജനാധിപത്യ നീതിയും തുല്യതയും എല്ലാവർക്കും ലഭ്യമാക്കണം. എല്ലാത്തരം വിശ്വാസങ്ങളെയും കാത്തു സൂക്ഷിക്കണം. വൈവിധ്യങ്ങളുടെ പേരിൽ ആരും വേട്ടയാടപ്പെടരുത്. ഇത്തരം പ്രവർത്തനങ്ങളാണ് യുവതലമുറ ഏറ്റെടുത്ത് നടപ്പാക്കേണ്ടതെന്നും മന്ത്രി റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ വ്യക്തമാക്കി. രാവിലെ 9-ന് ഔദ്യോഗിക പരിപാടിക്ക് തുടക്കമായി. സ്റ്റേഡിയത്തിലെത്തിയ മന്ത്രിയെ ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ സ്വീകരിച്ചു. പോലീസ്, എക്സൈസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, ഫോറസ്റ്റ്, SPC, NCC, ടീം കേരള യൂത്ത് ഫോഴ്സ് ഉൾപ്പെടെ 20 പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു. സെന്റ് ആൻസ് കോൺവെന്റ്, സെന്റ് ജോസഫ് കോൺവെന്റ്, ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ ബാൻഡ് പ്ലാറ്റൂൺ പരേഡിന് മികവേകി. വനിതാ സെൽ സബ് ഇൻസ്പെക്ടർ PV സിന്ധു പരേഡ് നയിച്ചു. DHQ ക്യാമ്പിലെ സബ് ഇൻസ്പെക്ടർ PV ശിവശങ്കരനായിരുന്നു സെക്കൻഡ് ഇൻ കമാൻഡ്. വിവിധ സ്കൂളുകളിലെ സംഗീതാധ്യാപകർ ദേശഭക്തി ഗാനവും കളക്ടറേറ്റിലെയും തൃശൂർ തഹസീൽദാർ ഓഫീസിലെയും ജീവനക്കാർ നൃത്തവും അവതരിപ്പിച്ചു. മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്ലാറ്റൂണുകൾക്ക് മന്ത്രി മെമന്റോ സമ്മാനിച്ചു. തുടർന്ന് ദേശീയ ഗാനാലാപനത്തോടെ ചടങ്ങുകൾ അവസാനിച്ചു. കോവിഡ് പ്രോട്ടോക്കോളും ഹരിതച്ചട്ടവും പാലിച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. മേയർ MK വർഗീസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, സിറ്റി ജില്ലാ പോലീസ് മേധാവി അങ്കിത് അശോകൻ, റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ, സബ് കളക്ടർ മുഹമ്മദ് ഷെഫീഖ്, അസിസ്റ്റന്റ് കളക്ടർ കാർത്തിക് പാണിഗ്രാഹി, മുൻ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ, ഡെപ്യൂട്ടി കളക്ടർമാർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ ടൈം, തൃശൂർ. മാള ഗ്രാമപഞ്ചായത്ത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു പതാക ഉയർത്തി. പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജയ ബിജു, സെക്രട്ടറി KJ രാജു, അസിസ്റ്റന്റ് സെക്രട്ടറി PS ജലീൽ, ജീവനക്കാരായ ഷീജ, ലോല, അഖിൽ എന്നിവർ പങ്കെടുത്തു. മാള ഗ്രാമപഞ്ചായത്ത് 13ാം വാർഡ് അംഗനവാടിയിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു പതാക ഉയർത്തി. മുൻ മാള ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പോൾ മാഷ് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. മാള ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡ് അംഗനവാടിയിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, വാർഡ് മെമ്പർ ലിസി സേവ്യർ എന്നിവർ ചേർന്ന് പതാക ഉയർത്തി. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയ ബിജു, അംഗനവാടി ഹെൽപ്പർ ശ്യാമള, വെൽഫെയർ കമ്മിറ്റി അംഗമായ കൃഷ്ണൻ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. കുട്ടികൾ, മാതാപിതാക്കൾ എന്നിവർ പങ്കെടുത്തു. പുല്ലൂറ്റ് ഗുരുശ്രീ പബ്ലിക് സ്കൂൾ 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷം നടത്തി. SN മിഷൻ ജോയിന്റ് സെക്രട്ടറി TG ശശീന്ദ്രൻ പതാക ഉയർത്തി. ഭാരതത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഊട്ടിയുറപ്പിക്കാൻ ഉതകുന്നതാകട്ടെ ഈ ആഘോഷമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രിൻസിപ്പൽ ഷൈനി KG റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. അഡ്മിഷൻ ഹെഡ് ഭാഗ്യ P മേനോൻ, അക്കാദമി ആക്ടിവിറ്റി കോർഡിനേറ്റേഴ്സ് ലിനി, സുമം VP എന്നിവർ സംസാരിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡ് അംഗനവാടിയിൽ റിപ്പബ്ലിക് ദിനാഘോഷം നടത്തി. പ്രസിഡന്റ് ബിന്ദു ബാബു പതാക ഉയർത്തി. അംഗനവാടി ടീച്ചർ ഇന്ദിര, പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയ ബിജു, വെൽഫെയർ കമ്മിറ്റി അംഗം റപ്പായി കോക്കാട്ടിൽ, മുൻ പഞ്ചായത്ത് മെമ്പർ സ്മിത ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. കുട്ടികൾ, കുടുംബശ്രീ അംഗങ്ങൾ, അംഗനവാടി പരിസരവാസികൾ, ആശാ വർക്കർമാർ എന്നിവർ പങ്കെടുത്തു. ചാലക്കുടി നഗരസഭയുടെ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ നഗരസഭാ കാര്യാലയത്തിൽ ചെയർമാൻ എബി ജോർജ് പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി പ്രതിമയ്ക്ക് മുൻപിൽ ചെയർമാൻ അടക്കമുള്ളവർ പുഷ്പാർച്ചന നടത്തി. ചെയർമാൻ ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി.
പ്രതിപക്ഷ പാർലമെന്ററി പാർട്ടി ലീഡർ CS സുരേഷ് സംസാരിച്ചു. വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു, മുൻ നഗരസഭാ ചെയർമാൻ VO പൈലപ്പൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജോർജ് തോമസ്, സൂസമ്മ ആന്റണി, ജിജി ജോൺസൺ, സൂസി സുനിൽ, ദീപു ദിനേശ്, പാർലമെന്ററി പാർട്ടി ലീഡർ ഷിബു വാലപ്പൻ, CDS ചെയർപേഴ്സൺ സൂബി ഷാജി തുടങ്ങിയവർ നേതൃത്വം നൽകി. ചേലക്കരയിൽ വാഹനാപകടത്തിൽ 2 പേർക്ക് പരിക്ക്. ചേലക്കരയിൽ നിന്ന് പയ്യന്നൂരിലേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് എതിർദിശയിൽ വന്ന ഓട്ടോറിക്ഷയിലും റോഡരികിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിലും ഇടിക്കുകയായിരുന്നു. വാഴക്കോട് സംസ്ഥാന പാതയിൽ സൂപ്പിപ്പടി ഭാഗത്ത് രാവിലെ 9 മണിയോടെയാണ് അപകടം. പെരുമ്പാവൂർ സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. വാഴക്കോട് സംസ്ഥാന പാതയിൽ സൂപ്പിപ്പടി ഭാഗത്ത് രാവിലെ 9 മണിയോടെയാണ് അപകടം. പെരുമ്പാവൂർ സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം നഷ്ടമായ കാർ എതിർദിശയിൽ വന്ന ഓട്ടോറിക്ഷയിലും റോഡരികിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിലും ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ തിരുവിലാമല സ്വദേശിയായ ഓട്ടോ ഡ്രൈവറുടെ ഭാര്യയ്ക്കും മകൾക്കും പരിക്കേറ്റു. ഇവരെ ചേലക്കര താലൂക്ക് ആശുപത്രിയിലേക്കും തുടർന്ന് മെഡിക്കൽ കോളേജിലേക്കും മാറ്റി. കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മീഡിയ ടൈം, തൃശൂർ. മാടക്കത്തറ ഗ്രാമപഞ്ചായത്തിൽ കേര ഗ്രാമത്തിന് തുടക്കമായി. പദ്ധതിയുടെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ നിർവഹിച്ചു. 100 ഹെക്ടറിലാണ് 2ാം വട്ട കേര ഗ്രാമം പദ്ധതി നടപ്പിലാക്കാൻ ലക്ഷ്യമിടുന്നത്. മൂല്യവർദ്ധിത കേര ഉൽപ്പന്നങ്ങളുടെ അനന്ത സാധ്യതകൾ കണ്ടെത്തുകയും വിപുലപ്പെടുത്തുകയും ചെയ്തുകൊണ്ടാവണം 2ാം കേര ഗ്രാമം പദ്ധതി നടപ്പിലാക്കേണ്ടതെന്ന് ഉദ്ഘാടന പ്രഭാഷണത്തിൽ മന്ത്രി പറഞ്ഞു. 1ാം കേരഗ്രാമം പദ്ധതിയിൽ സംസ്ഥാന തലത്തിൽ ശ്രദ്ധയാകർഷിച്ച മാതൃകയായ പഞ്ചായത്താണ് മാടക്കത്തറയെന്ന് മന്ത്രി പറഞ്ഞു. പദ്ധതിക്ക് തുടർച്ച ഉണ്ടാവണമെന്ന ആഗ്രഹത്തിൽ നിന്നാണ് ഹൈബ്രിഡ് തെങ്ങിൻ തൈകളുടെ അടക്കം ഉൽപ്പാദനം ലക്ഷ്യമിട്ട് നഴ്സറിയും ലൈസൻസും ഉൾപ്പെടെയുള്ളവ നേടിയെടുത്തതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കേരസമിതിയുടെ തുടക്കക്കാരനും ഭാരവാഹിയുമായിരുന്ന ഭാസ്കരൻ മാഷിനെ ചടങ്ങിൽ മന്ത്രി ആദരിച്ചു. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ കൃഷിദർശൻ പരിപാടിയുടെ ഗുണഫലമായാണ് കേരഗ്രാമം നാളികേര വികസന പദ്ധതി മാടക്കത്തറയിൽ വിഭാവനം ചെയ്തത്. ഉൽപാദന വർധനവിനുതകുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിന് കേര കർഷകർക്ക് ധനസഹായം നൽകാനാണ് പദ്ധതിയിലൂടെ പ്രധാനമായും ലക്ഷ്യമിട്ടത്. പുതിയ കർഷകരെ കണ്ടെത്തിക്കൊണ്ട് പദ്ധതി വിപുലീകരിക്കാനും 2ാം ഘട്ടത്തിൽ ലക്ഷ്യമിടുന്നു. 25 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചിരിക്കുന്നത്. മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് 1ാം വാർഡിലെ 1ാമത്തെ വീടായ ജെറോം അരീക്കാടിന്റെ കൃഷിയിടത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാവിത്രി സദാനന്ദൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ ചന്ദ്രൻ, കേര വികസന ഏകോപന സമിതി പ്രസിഡന്റ് ബിനോയ് പറമ്പത്ത്, കൃഷി ഓഫീസർ ജിൻസി ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. അഗ്രികൾച്ചർ ഡെപ്യൂട്ടി ഡയറക്ടർ PN മോളി പദ്ധതി വിശദീകരിച്ചു. ADAPC സത്യവർമ്മ DPR സമർപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി കേരഗ്രാമം ഗുണഭോക്താക്കൾക്ക് ഇടവിള കിറ്റും ജൈവവള വിതരണവും കേരസമിതിക്ക് DPR കൈമാറ്റവും നടത്തി. മീഡിയ ടൈം, തൃശൂർ. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ അതിരപ്പള്ളി പഞ്ചായത്തിൽ പട്ടികവർഗ മേഖല ക്യാമ്പ് സംഘടിപ്പിച്ചു. വനിതാ കമ്മീഷൻ P സതീദേവിയും അംഗങ്ങളും വാച്ചുമരം, വാഴച്ചാൽ ആദിവാസി കോളനികൾ സന്ദർശിച്ച് കുടുംബ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞു. അരൂർമൊഴി കമ്മ്യൂണിറ്റി ഹാളിൽ ആരംഭിച്ച ദ്വിദിന ശില്പശാല കമ്മീഷണർ അഡ്വക്കേറ്റ് P സതീദേവി ഉദ്ഘാടനം ചെയ്തു. അരൂർമൊഴി കമ്മ്യൂണിറ്റി ഹാളിൽ ആരംഭിച്ച ദ്വിദിന ശില്പശാല കമ്മീഷണർ അഡ്വക്കേറ്റ് P സതീദേവി ഉദ്ഘാടനം ചെയ്തു. അതിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആതിര ദേവരാജൻ അധ്യക്ഷയായി. കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ, VR മഹിളാമണി, അഡ്വക്കേറ്റ് P കുഞ്ഞായിഷ, ഡയറക്ടർ ഷാജി സുഗുണൻ, പ്രൊജക്ട് ഓഫീസർ N ദിവ്യ, ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ സവിത P ജോയ്, അഡ്വക്കേറ്റ് പ്രിയ മോൾ എന്നിവർ പ്രസംഗിച്ചു. ആദിവാസി വനിതകൾക്കായി കമ്മീഷൻ അംഗങ്ങൾ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് നയിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. മാളയിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീടിന്റെ 2ാം നിലയിൽ നിന്നും താഴെ വീണ് അതിഥി തൊഴിലാളി ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. വീടിന്റെ മുകളിൽ തട്ടടിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ഇന്ന് രാവിലെ 10:30ഓടെയായിരുന്നു അപകടം. മാളക്കുളത്തിന് സമീപം നിർമ്മാണത്തിലിരിക്കുന്ന ഇരുനില വീടിന്റെ മുകളിൽ തട്ടടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇന്ന് രാവിലെ 10:30ഓടെയായിരുന്നു അപകടം. കൊടുങ്ങല്ലൂർ സ്വദേശികളായ ജയൻ, നെൽസൺ, കൊൽക്കത്ത സ്വദേശിയായ അൻസാർ അലി എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ 3 മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാലക്കുടി നഗരസഭാ പ്രദേശത്ത് മാലിന്യങ്ങൾ തള്ളുകയോ മെഷീനറികളും മറ്റു ഉപേക്ഷിക്കുകയോ ചെയ്താൽ പിഴയടക്കമുള്ള കർശന നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ AB ജോർജ് പറഞ്ഞു. നഗരസഭയിലെ എല്ലാ വാർഡുകളും ശുചിത്വമുള്ളതാക്കുവാൻ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞതായും ചെയർമാൻ പറഞ്ഞു. റിപ്പബ്ലിക് ദിനത്തിൽ നടത്തിയ ശുചീകരണ പ്രവർത്തനങ്ങൾ നഗരസഭയിലെ പഴയ ദേശീയപാതയിൽ ആരംഭിച്ചു. നഗരസഭയിലെ എല്ലാ വാർഡുകളും ശുചിത്വമുള്ളതാക്കുവാൻ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. റോഡും പരിസരങ്ങളും വൃത്തിയാക്കിക്കൊണ്ട് റോഡരികിൽ ഉപേക്ഷിക്കപ്പെട്ട സാധനങ്ങളും എല്ലാം നീക്കം ചെയ്തു വരികയാണ്.
റിപ്പബ്ലിക് ദിനത്തിൽ നടത്തിയ ശുചീകരണ പ്രവർത്തനങ്ങൾ നഗരസഭയിലെ പഴയ ദേശീയപാതയിൽ അട്ടത്തോട് പരിസരങ്ങളിൽ ആരംഭിച്ചു. പോട്ട, പനമ്പള്ളി കോളേജ്, പോലീസ് സ്റ്റേഷൻ റോഡ് തുടങ്ങിയ പ്രദേശങ്ങളിലെ റോഡും പരിസരങ്ങളും പൂർണ്ണമായും ശുചീകരിച്ചു കഴിഞ്ഞു. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വൈസ് ചെയർപേഴ്സൺ ആലീസ് ഷിബു, സ്ഥിരസമിതി അധ്യക്ഷന്മാരായ സൂസമ്മ ആന്റണി, ദീപു ദിനേശ്, ജിജി ജോൺസൺ, സൂസി സുനിൽ, കൗൺസിലർമാരായ ഷിബു വാലപ്പൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മീഡിയ ടൈം, ചാലക്കുടി. ഇനി നാട്ടിൽ നടന്നത്. ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുവാനുള്ള പ്രവർത്തനങ്ങളാണ് മോദി സർക്കാർ നടപ്പിലാക്കുന്നതെന്നും മോദിയുടെ ഒരു ഗ്യാരണ്ടിയും ഇതുവരെ നടപ്പിലായില്ലെന്നും ലോകത്തെ ഏറ്റവും കൂടുതൽ പട്ടിണി കിടക്കുന്നവരുടെ രാജ്യമായി ഇന്ത്യയെ മാറ്റുകയാണ് മോദി സർക്കാർ ചെയ്യുന്നതെന്നും CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ പറഞ്ഞു. ഫെബ്രുവരി 16, 17 തീയതികളിൽ മാളിൽ വെച്ച് നടക്കുന്ന കേരള മഹിളാ സംഘം തൃശൂർ ജില്ലാ ക്യാമ്പിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPI മാള മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന യോഗത്തിൽ മഹിളാ സംഘം ജില്ലാ പ്രസിഡന്റ് ഷീന പറയങ്ങാട്ടിൽ അധ്യക്ഷത വഹിച്ചു. CPI മാള മണ്ഡലം സെക്രട്ടറി MR അപ്പുക്കൂട്ടൻ, മഹിളാ സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഷീല വിജയകുമാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് M സ്വർണലത, പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം K വസന്തകുമാർ, ജില്ലാ സെക്രട്ടറി KS ജയ, മണ്ഡലം സെക്രട്ടറി ഇന്ദിര ദിവാകരൻ എന്നിവർ സംസാരിച്ചു. MR അപ്പുക്കുട്ടൻ ചെയർമാൻ, KV വസന്തകുമാർ കൺവീനർ, ഇന്ദിര ദിവാകരൻ ട്രഷറർ എന്നിവർ ഉൾപ്പെടെ 101 അംഗ ജനറൽ കമ്മിറ്റി രൂപീകരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പുത്തഞ്ചിറ യൂണിറ്റ് വാർഷികം ആഘോഷിച്ചു. KSSPU ജില്ലാ ജോയിന്റ് സെക്രട്ടറി A രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് MP സുധാകരൻ അധ്യക്ഷത വഹിച്ചു. AV ഗിരിജ, MA രാജേന്ദ്രൻ, TD ഫ്രാൻസിസ്, VN പീതാംബരൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് U ചന്ദ്രശേഖരൻ വരണാധികാരിയായി പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പനങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ യാത്രയയപ്പ് സമ്മേളനം നടന്നു. വിട എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ ഉദ്ഘാടനം ചെയ്തു. ദീർഘകാലത്തെ സുസ്ഥിര സേവനത്തിന് ശേഷം വിരമിക്കുന്ന സ്കൂൾ ഹെഡ്മിസ്ട്രസ് PP ദീദി, അധ്യാപികമാരായ KP രാജി, KV ബിന്ദു, MS ബിന്ദു, ഹയർ സെക്കൻഡറി അധ്യാപകരായ Dr. K മനോജ്, AP ഗീത എന്നിവർക്കായി സ്കൂൾ അങ്കണത്തിലെ പ്രൗഢഗംഭീര സദസ്സിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. PTA പ്രസിഡന്റ് സുനിൽ P മേനോൻ അധ്യക്ഷനായി. കരിങ്കാളി സംഗീത സംവിധായകൻ ഷൈജു അവറാൻ മുഖ്യാതിഥിയായിരുന്നു. സ്കൂൾ മാനേജർ PB ലോരിത പ്രേംകുമാർ ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. സ്റ്റാഫ്, PTA, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധികൾ ഉപഹാരങ്ങൾ സമർപ്പിച്ചു. പ്രിൻസിപ്പൽ EK ശ്രീജിത്ത്, റിട്ടയർഡ് സ്റ്റാഫ് അസോസിയേഷൻ പ്രസിഡന്റ് ഭാഗ്യം, മാതൃസംഗമം പ്രസിഡന്റ് ജിഷ, സ്റ്റാഫ് പ്രതിനിധികളായ ജിജോ മണി, സോയ, TB അബ്ദുൽ ലത്തീഫ്, AP ലിജി, ഓഫീസ് സ്റ്റാഫ് പ്രതിനിധി സജിൻ R കൃഷ്ണ എന്നിവർ സംസാരിച്ചു. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പുല്ലൂറ്റ് യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു. നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനൽ ഉദ്ഘാടനം ചെയ്തു. KG ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് സെക്രട്ടറി PC പീതാംബരൻ, KR ഗോപിനാഥ്, G സുശീല, CV ഉണ്ണികൃഷ്ണൻ, NA ഗദീജാബി, അനിത ബാബു, TK സുരേന്ദ്രൻ, NAM അഷറഫ്, VK ജോജി, KK അപ്പുക്കുട്ടൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വരണാധികാരി TN മുകുന്ദന്റെ നേതൃത്വത്തിൽ ഭരണസമിതി ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. കയ്പമംഗലം ദേവമംഗലം ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി ചെമ്മാലിൻ ബിജു നാരായണൻകുട്ടി ശാന്തി കൊടിയേറ്റ് നിർവഹിച്ചു. ക്ഷേത്ര മേൽശാന്തി അഖിലേഷിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഉത്സവ ചടങ്ങുകൾ നടത്തുക. ക്ഷേത്രം രക്ഷാധികാരി ബൈജു ചന്ദ്രൻ, പ്രസിഡന്റ് ചന്ദ്രശേഖരൻ, സെക്രട്ടറി TM രാധാകൃഷ്ണൻ, ട്രഷറർ മുരളി തറയിൽ, PRO KR സത്യൻ, ശിവൻ തറയിൽ, TS പ്രദീപ്, ലതാ പ്രദീപ്, ഷീജ ശിവൻ, രാജി ശ്രീധരൻ, സജിനി ആനന്ദൻ, നയന കൊച്ചുതാമി എന്നിവർ നേതൃത്വം നൽകി. 28-ന് കാവടി ആഘോഷം, 29-ന് പള്ളിവേട്ട മഹോത്സവം, പകൽപൂരം, രാത്രിപൂരം, 30-ന് ആറാട്ട് എന്നിവയാണ് പ്രധാന പരിപാടികൾ. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ശുചീകരണം നടത്തി. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് പൊതുയിടങ്ങളായ കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ, പകൽ വീട് എന്നിവ വൃത്തിയാക്കിയത്. വാർഡ് മെമ്പർ ഗദീജ പുതിയ വീട്ടിൽ ഉദ്ഘാടനം ചെയ്തു. പോലീസ് ഇൻസ്പെക്ടർ M ഷാജഹാൻ, PTA പ്രസിഡന്റ് KP ഷാജി, VHSC പ്രിൻസിപ്പൽ PS ജയശ്രീ, പ്രോഗ്രാം ഓഫീസർ M മായാദേവി, KK സന്തോഷ്, KS മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. ഓൾ കേരള ഡോക്യുമെന്റ്
റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷൻ സംസ്ഥാന വനിതാ സമ്മേളനവും വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് സ്വീകരണവും ശനിയാഴ്ച ചാലക്കുടിയിൽ നടക്കും. എസ്.എൻ. ഹാളിൽ രാവിലെ 10-ന് മന്ത്രിക്ക് സ്വീകരണം നൽകും. സംസ്ഥാന പ്രസിഡന്റ് KG ഇന്ദു കലാകാരൻ അധ്യക്ഷനാകും. ജനറൽ സെക്രട്ടറി A. അൻസാർ, ട്രഷറർ CP അശോകൻ തുടങ്ങിയവർ പ്രസംഗിക്കും. തുടർന്ന് നടക്കുന്ന വനിതാ സമ്മേളനം വനിതാ കമ്മീഷൻ അധ്യക്ഷൻ അഡ്വക്കേറ്റ് P. സതീദേവി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പ്രസിഡന്റ് KG ഇന്ദു കലാകാരൻ, ജനറൽ സെക്രട്ടറി A. അൻസാർ, ട്രഷറർ CP അശോകൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോളേജിൽ വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും നടത്തി. വിരമിക്കുന്ന സ്റ്റാഫ് അംഗങ്ങളായ ഇംഗ്ലീഷ് വിഭാഗം മേധാവി അസോസിയേറ്റ് പ്രൊഫസർ ബിന്ദു ജോസ്, ഹെഡ് അക്കൗണ്ടന്റ് സിസ്റ്റർ റോസ്മൽ, ലാബ് അസിസ്റ്റന്റ് തോമസ് AG എന്നിവർക്കാണ് യാത്രയപ്പ് നൽകിയത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ M.K. ജയരാജ് ഉദ്ഘാടനം നിർവഹിച്ചു. വിരമിക്കുന്ന സ്റ്റാഫ് അംഗങ്ങളുടെ ഛായാചിത്രങ്ങൾ അനാച്ഛാദനം ചെയ്യുകയും ചെയ്തു. ചടങ്ങിൽ കോളേജ് മാനേജർ സിസ്റ്റർ ലില്ലി മരിയ അധ്യക്ഷത വഹിച്ചു. മണപ്പുറം ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് MD CEO-യുമായ VP നന്ദകുമാർ മുഖ്യാതിഥിയായി. ജോബിൻ ആൻഡ് ജിസ്മി IT സൊല്യൂഷൻസ് സ്ഥാപകർ. ചടങ്ങിലെ വിശിഷ്ടാതിഥികളുമായ ജോബിൻ ജോസ്, ജിസ്മി ജോബിൻ എന്നിവരെ ആദരിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ഐറിൻ, വാർഡ് കൗൺസിലർ ബിന്ദു ശശികുമാർ, സെന്റ് മേരീസ് ഫൊറോന ചർച്ച് വികാരി ഫാദർ ജോളി വടക്കൻ, ഫാദർ അനൂപ ആൻഡോ പുതുശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി മർച്ചന്റ് അസോസിയേഷൻ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന കാരുണ്യ സ്പർശം പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. സെന്റ് ജെയിംസ് ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ആൻഡ്രു ആലപ്പാടൻ ഉദ്ഘാടനം ചെയ്തു. KVVS ജില്ലാ ട്രഷററും മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റുമായ ജോയ് മൂത്തേടൻ അധ്യക്ഷത വഹിച്ചു. വ്യാപാര സ്ഥാപനങ്ങളിലെ തൊഴിലാളികളുടെ കുടുംബാംഗങ്ങൾ മരണപ്പെട്ടാൽ നൽകുന്ന ഭദ്രം പ്ലസ് പദ്ധതിയിലെ 2 അംഗങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം വിതരണം ചെയ്തു. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി റേസൻ ആലൂക്ക, ആൻഡോ മേനാച്ചേരി, N.A. ഗോവിന്ദൻകുട്ടി, ദേവസ്കുട്ടി പനേക്കാടൻ, സിന്ധു ബാബു, ജേക്കബ് KP എന്നിവർ സന്നിഹിതരായിരുന്നു. ആതുര സേവന രംഗത്ത് 131 വർഷം പിന്നിടുന്ന ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ നടപ്പിലാക്കുവാൻ പോകുന്ന 131 കർമ്മ പദ്ധതിയുടെ ഉദ്ഘാടനവും ലോക പ്രകാശനവും നടന്നു. ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ജനകീയ പങ്കാളിത്തത്തോടെയാണ് 1 വർഷം കൊണ്ട് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓരോ മാസവും ജനങ്ങൾക്കായി വിവിധ പരിപാടികൾ നടപ്പിലാക്കും. യോഗത്തിൽ നഗരസഭാ ചെയർമാൻ AB ജോർജ് അധ്യക്ഷത വഹിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ A മിനി വിഷയാവതരണം നടത്തി. വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ദീപു ദിനേശ്, പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, വാർഡ് കൗൺസിലർ VJ ജോജി, സെക്രട്ടറി മനോജ് എബ്രഹാം, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ, ദിലീപ് MS, ജോജു പതിയാമ്പറമ്പിൽ, സന്ദീപ് VS, ബർണാഡ് ഉണ്ണികൃഷ്ണൻ, സോണിയ തുടങ്ങിയവർ സംസാരിച്ചു. ആശുപത്രിയിൽ പൊതുജനങ്ങൾക്കായി വിവിധ സേവന പ്രവർത്തനങ്ങൾ നടത്തിയ വ്യക്തികളെയും സംഘടനകളെയും ഉപഹാരം നൽകി MLA സനീഷ് കുമാർ ജോസഫ് ആദരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. രാജ്യം ഇന്ന് 75ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. ഭരണഘടനയും മൂല്യങ്ങൾ സംരക്ഷിച്ചും മുറുകെ പിടിച്ചും മുന്നോട്ട് പോകണമെന്ന് മന്ത്രി K. രാധാകൃഷ്ണൻ. തേക്കിൻകാട് മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിൽ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ പതാക ഉയർത്തിയ മന്ത്രി അഭിവാദ്യം സ്വീകരിച്ചു. ചേലക്കരയിൽ വാഹനാപകടത്തിൽ 2 പേർക്ക് പരിക്ക്. ചേലക്കരയിൽ നിന്ന് പയ്യന്നൂരിലേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് എതിർ ദിശയിൽ നിന്ന് വന്ന ഓട്ടോറിക്ഷയിലും റോഡരികിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിലും ഇടിക്കുകയായിരുന്നു. പെരുമ്പാവൂർ സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. മാടക്കത്തറ ഗ്രാമപഞ്ചായത്തിൽ കേര ഗ്രാമത്തിന് തുടക്കമായി. പദ്ധതിയുടെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ നിർവഹിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.